Hi all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What is the intention of this relationship? ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നത്? ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കുള്ള ലെസൺ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഡീപ്പായിട്ട് നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ ഞാനിവിടെ 3 ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓരോ ഗ്രൂപ്പിലും ഓരോ മെസ്സേജ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു ഗ്രൂപ്പ് കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ കണക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ജെൻട്രിക് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hello group number 1. ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കുള്ള ലെസൺ എന്താണ്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1, 222. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കുന്നത് എന്താണ് സ്നേഹം, എന്താണ് ഒരു റിലേഷൻഷിപ്പ്. സോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ പേഴ്സൺ ആയിരിക്കാം, ആദ്യത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓർ ഈവൻ ഇതിനു മുൻപ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് നിങ്ങളുടെ ഒരു ആദ്യത്തെ ഒരു ഫീലിങ്സ് ആയിരിക്കാം. ഏതെങ്കിലും ഒരു രീതിയിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു വേറൊരു തലത്തിലേക്ക് കണക്ട് ചെയ്യാൻ ഈ ഒരു വ്യക്തി, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. റിലേഷൻഷിപ്പ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി. നിങ്ങളുടെ പല കാര്യത്തിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സിമിലാരിറ്റീസ് ഒക്കെ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം. എസ്പെഷ്യലി ലൈക്ക് മ്യൂച്വലി നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിന് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾക്കിടയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്, നല്ല പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 1. സോ ഇത് മോസ്റ്റ്ലി ഇത് നിങ്ങളുടെ ഒരു മാരേജ് പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കാരണം ഗ്രൂപ്പ് നമ്പർ 1 ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എടുക്കുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള വ്യക്തി നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നതോ എന്തെങ്കിലും സീരിയസ് കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതോ ഓർ നിങ്ങളുടെ മാരേജ് പാർട്ട്ണറോ ആയിരിക്കാം. ഓൾറൈറ്റ്, കാരണം പാർട്ട്ണർഷിപ്പ് എങ്ങനെയായിരിക്കണം, എന്താണ് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് കൊണ്ട് വേണ്ടത്, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടതെന്നൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1. എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഗ്രൂപ്പ് നമ്പർ 1. What is the intention of this relationship? Group number 1. എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മോഡലായിട്ട് നിൽക്കുന്നത്, ഒരു എക്സാമ്പിൾ ആയിട്ട് നിൽക്കുന്നത് 2 വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് വരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഒരിക്കലും ചേരാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന 2 ആളുകൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഏറ്റവും കണ്ണിന് കൗതുകം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ആക്ച്വലി നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൂടെ, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ആളുകൾക്ക് ഒരു മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ കൂടെ ആയിരിക്കാം. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം, നിങ്ങൾക്കിടയിലുള്ള ഒരു പരസ്പരമായിട്ടുള്ള മനസ്സിലാക്കലും, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്നേഹം കൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെയോ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മറ്റുള്ള ആളുകൾക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അത് ഗിവ് അപ്പ് ചെയ്യാതെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും. സോ അങ്ങനെ വ്യത്യസ്തത തോന്നുന്ന 2 ആളുകൾ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും മാതൃക ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടി കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എഗെയിൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടും കൈൻഡ്നെസ് കൊണ്ടും ഒരു പ്രസൻസ് കൊണ്ടും ഒരാളുടെ മനസ്സ് എങ്ങനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ
ഒരു പേഴ്സൺ എത്രത്തോളം മനസ്സിലാക്കാം, അവർക്ക് ആ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാം, ഒരു വ്യക്തിയെ എത്രമാത്രം ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളുടെ പരസ്പരമായിട്ടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം. ഒരാളുടെ പ്രസൻസ് എത്രമാത്രം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്വഭാവത്തിൽ എത്രമാത്രം മാറ്റം വരുത്തുന്നുണ്ട്, അത് നിങ്ങൾ കാരണം ഈ ഒരു വ്യക്തിക്കായിരിക്കാം, ഈ വ്യക്തി കാരണം നിങ്ങൾക്കും ആയിരിക്കാം. സോ അങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങൾ ആക്ച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സ്നേഹം കൊണ്ട് പ്രസൻസ് കൊണ്ടൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്രസ് ചെയ്യാൻ, ഓക്കെ, അല്ലെങ്കിൽ ഇറങ്ങി വരാൻ, ചില കറേജ്, റിലേഷൻഷിപ്പിൽ പ്രേമിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം, വേണം, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ധൈര്യം ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി സ്വപ്നം കാണാനുള്ള ഒരു കറേജ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റം ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എക്സ്പ്രസ് ചെയ്യാൻ, മെയിൻ ആയിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ, ഓക്കെ, ഒരു ഫ്ലോയിലേക്ക് കണക്ട് ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ്. മേ ബി ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെയോ ലൈഫിൽ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കാം, മുന്നോട്ട് ഒരു ഹോപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോ അവിടുന്ന് ഒരു ഫ്ലോ കൊണ്ടുവരാൻ, ഏതൊക്കെയോ രീതിയിൽ ഒരു മുന്നോട്ട് ഒരു ഫ്ലോ കൊണ്ടുവരാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് സ്നേഹമാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യുന്നത്, ഫ്ലോ കൊണ്ടുവരാൻ. ഓക്കെ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിൽ സാധിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് വേണ്ടി നിൽക്കുക, ഒരാളെ കെയർ ചെയ്യാം, സേഫ് ആയിട്ട് തോന്നുക, ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് തോന്നുക. എസ്പെഷ്യലി ഒരു ഫെമിനന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഫെമിനിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം സേഫ് ആയിട്ട് തോന്നും. ഇറ്റ്സ് ലൈക്ക് ഒരു അമ്മയുടെ കയ്യിൽ കുട്ടി എങ്ങനെ ഇരിക്കുന്നോ, എത്ര സേഫ് ആയിട്ടിരിക്കുന്നോ, എത്ര സെക്യൂർ ആയിട്ടിരിക്കുന്നോ, ആ ഒരു ഫീലിങ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ആരോ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിക്കുക, നിങ്ങൾ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളെ കെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നായിരിക്കാം. നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരിക. മെയിൻ ആയിട്ട് ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ് ഗ്രൂപ്പ് നമ്പർ 1. മേ ബി ഇത് നിങ്ങളുടെ മാരേജ് പാർട്ട്ണർ ആയിരിക്കാം, ഓർ പ്രോബബ്ലി നിങ്ങൾ അങ്ങനത്തെ ഒരു ഫ്യൂച്ചറിലേക്ക് എടുക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ്സ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. അതാണ് നിങ്ങൾക്ക് വളരെ അൺകണ്ടീഷണൽ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും മനസ്സിലാക്കാനും വീണ്ടും അവസരം കൊടുക്കാനും മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ സാധിക്കുന്നത്. ഗിവ് അപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ലേ, ഈവൻ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിലും സ്നേഹിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വെക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ നിങ്ങൾ കേൾക്കുന്ന ഒരു പേഴ്സൺ ആണിത്. നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളെ മനസ്സിലാക്കാം, നിങ്ങളെ കേൾക്കാം, നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ, ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു പല കാര്യങ്ങൾ, നിങ്ങളുടെ ഒരുപാട് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ആണിത്. നിങ്ങൾ കുറെ കാലമായിട്ട് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ആൻസർ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കുമായിരിക്കാം, ആ ഒരു വ്യക്തിക്കും. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇത് പലപ്പോഴും നിങ്ങൾ മ്യൂച്വലി കണക്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ തോന്നുന്നത് അതേപോലെ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണ് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം, മനസ്സറിഞ്ഞിട്ടായിരിക്കാം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടായിരിക്കാം. ലോയൽ ആണ്, വളരെ ലോയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ദിസ് പേഴ്സൺ വിൽ ബി ദെയർ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ഇത് വളരെ അൺകണ്ടീഷണൽ ആവുന്നത് ഒരു അമ്മയുടെ ഒരു സ്നേഹം പോലത്തെ ഒരു സിറ്റുവേഷൻ ഇതിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, ഒരിക്കലും അമ്മ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള അവരുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം. അതുപോലത്തെ കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ അത് ഒരാൾക്ക് മാത്രം, അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒരാൾക്ക് മാത്രം തോന്നുന്ന കാര്യങ്ങളല്ല, പരസ്പരം അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹവും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അവിടെ നിങ്ങൾക്ക് പരസ്പരം അത് കണക്ട് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ്
ഒരുപാട് ലോങ് ടേമിലേക്ക് കൊണ്ടുവരുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, അത് സ്ലോലി ആയിരിക്കാം, അത് ഗ്രോ ചെയ്ത് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് സ്നേഹം ഒട്ടും എക്സ്പ്രസ് ചെയ്യാത്തൊരു പേഴ്സണെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഏറ്റവും എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളില് എങ്ങനെയാണോ നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒട്ടും ചിരിക്കാൻ അറിയാത്തൊരു പേഴ്സണെ ചിരിപ്പിക്കാന്ന് പറയല്ലോ. ഓക്കെ, ചിരിക്കാൻ മറന്നു പോയിട്ടുള്ള, സ്നേഹിക്കാൻ മറന്നു പോയിട്ടുള്ള, ജീവിക്കാൻ മറന്നു പോയിട്ടുള്ള ആളുകളെ ജീവിപ്പിക്കുന്നുണ്ട്, ലൈഫ് കൊടുക്കുന്നുണ്ട്, ഹാപ്പിനെസ്സിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു പച്ചപ്പ് ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വളർച്ച. ഓക്കെ, ഒന്നും ഇനി ഇല്ല, ഇനി ഒന്നും വരാനില്ല, അല്ലെങ്കിൽ ഇനി ഒരു വളർച്ച ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് അത് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. അതിനിടയിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ബട്ട് അതൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു നഷ്ടത്തിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയ സമയത്തായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും സഡൻ ആയിട്ട്. ഓൾറൈറ്റ്, ഒരു അൺഎക്സ്പെക്റ്റഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഒരു പെട്ടെന്നുള്ളൊരു ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു. നിങ്ങൾ അത്ര കാലമായിട്ട് ഇനി അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പേ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കാം ഇങ്ങനത്തെ ഒരു നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഇത്ര എക്സ്പ്രസീവ് ആവുന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് ഒരാൾ വളരെ റൂഡ് ആയിട്ടുള്ള ഒരു മാസ്ക് ഇട്ട് ജീവിച്ചിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അവരുടെ ഫീലിങ്സെ എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഒരാൾ വളരെ കൈൻഡ് ആയിട്ടും ജനറസ് ആയിട്ടുള്ള ഒരു പേഴ്സണും ആയിരിക്കാം. സോ അങ്ങനത്തെ രണ്ട് വ്യക്തികള് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് പരസ്പരം ഉണ്ടാക്കുന്ന മാറ്റങ്ങള് വളരെ യൂണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പരിക്കനായിട്ടുള്ള മനുഷ്യനെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കുന്ന പോലത്തെ കാര്യങ്ങള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ടെംപ്റ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇത് വേണം എന്നുള്ളൊരു ക്രേവ് ഉണ്ടാവും. ഓക്കെ, എന്താണെന്ന് അറിയാൻ കൂടുതൽ ഒരു ക്രേവ് ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഇൻട്രസ്റ്റിംഗ് ആണ് അത്. ലൈക്ക് മേ ബി പല കാര്യങ്ങളും ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, ഇന്റിമസി, ഫിസിക്കൽ ഇന്റിമസി ആയിരിക്കാം, ഇമോഷണൽ കണക്ഷൻ ആയിരിക്കാം, സ്നേഹമായിരിക്കാം, എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇതിന് മുൻപ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ കണക്ട് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഒരു ലാക്നെസ് എന്നായിരിക്കാം, എല്ലാം എൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വന്നത്. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. അറ്റാച്ച്മെന്റ് ഈ ഒരു വ്യക്തിയുമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ത്രെഡ് പരസ്പരം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ഈവൻ നിങ്ങൾ എത്ര ഡിസ്റ്റൻസിലേക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് റീകണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കണ്ണ് തുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അത്ര കാലമായിട്ടുള്ള കൺഫ്യൂഷൻസ്, അത്ര കാലമായിട്ടുള്ള ഡൗട്ട്സ്, അതിനെല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റി, അതിനെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഒരു ആൻസർ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പല ക്വസ്റ്റ്യനുള്ള ആൻസർ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ലെറ്റ്സ് സീ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ. ദിസ് കുഡ് ബി ദ വൺ. ഓക്കെ, സോ ഇത് മോർ ലൈക്ക് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ ആണ്, നിങ്ങളുടെ ഒരു പാർട്ട്ണർ മെറ്റീരിയൽ ആണ്, ഹസ്ബൻഡ് വൈഫ് മെറ്റീരിയൽ ആണ്. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം പല ഡൗട്ട്സും ഇതിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില പേടികള്, ഡൗട്ട്സ്, ഒരു ആങ്കർ, അല്ലെങ്കിൽ നിങ്ങൾ പരിക്കനായിട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അതിൻ്റെതായിട്ട് ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഏതൊരു വ്യക്തി, നിങ്ങളോ ആ വ്യക്തിയോ സ്നേഹം കൊണ്ടോ നിങ്ങളുടെ പ്രസൻസ് കൊണ്ടോ ആ ഒരു പരുക്കനായിട്ടുള്ള ഒരു വേർഷൻ, ആ ഒരു വ്യക്തിയെ ഇല്ലാതാക്കി വളരെ കൈൻഡ് ആക്കി മാറ്റുന്നുണ്ട്, വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മാറ്റുന്നുണ്ട്, വളരെ എക്സ്പ്രസീവ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒട്ടും സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തൊരു വ്യക്തി സ്നേഹം കാണിക്കുന്ന സമയത്ത് എത്ര മനോഹരമായിരിക്കും അല്ലെ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും, മേ ബി ലൈക്ക് അത് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് സ്പെഷ്യൽ ആണ്, ഈ വ്യക്തിയാണ് നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ എന്ന് മനസ്സിലാക്കാൻ
ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യുന്ന വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ദിസ് ഇസ് ദ വൺ, അല്ലെങ്കിൽ ഇതായിരുന്നു നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ എന്നുള്ളത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരിക്കണം, ഈ വ്യക്തി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആണോ നിങ്ങളുടെ ഒരു റൈറ്റ് സിറ്റുവേഷൻ പേഴ്സൺ എന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണക്ഷനെക്കാട്ടൊക്കെ കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾ മ്യൂച്വലി ഇതുപോലെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാവുന്ന കെമിസ്ട്രി, ഫിസിക്കൽ അട്രാക്ഷൻ, നിങ്ങളുടെ ഇമോഷണൽ അട്രാക്ഷൻ. നിങ്ങൾ ഒരാളും ഇതുപോലെ കെയർ ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടാവില്ല, നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളെ എന്റർടൈൻ ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ഒരു ബ്യൂട്ടി ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യത്തെ ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ടാവില്ല. സോ അതൊക്കെ നിങ്ങൾക്ക് ഒക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബോക്സിൽ നിന്ന്, നിങ്ങളുടെ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡീപ് സെൽഫ് കംപ്ലീറ്റ്ലി ആഹ്ലാദിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 1, വെരി സൂൺ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് എ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഈവൻ നിങ്ങൾക്ക് അതിന് മുൻപ് എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ കണക്ഷൻ ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ്. ഓക്കെ, ഇന്റിമസി, കണക്ഷൻ, കെമിസ്ട്രി. ഓക്കെ, ഈവൻ നിങ്ങളുടെ ഒരു പരസ്പര നോട്ടം പോലും വളരെ ഡീപ്പ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾക്കിത് മെയിൻ ആയിട്ട് മറക്കാൻ പറ്റാത്തത് ഇത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് മാത്രം തന്നെയാണ്. ഈ ഒരു പേഴ്സണെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിലാക്കി വരാൻ ആ ഒരു ടൈം എടുക്കുന്നുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും ചില സമയത്ത് ഇനീഷ്യൽ ടൈമിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് എന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത്, നിങ്ങളുടെ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം വരെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. എന്തെങ്കിലും ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈ വ്യക്തിക്ക് കമ്മിറ്റ്മെന്റ് തരാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ രണ്ട് ആളുകളുടെ ഇൻസെക്യൂരിറ്റീസ് എന്നൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഇതൊട്ടും ബെനിഫിറ്റ്സ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ സെൽഫ്ലെസ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. പരസ്പരം നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇറ്റ്. ഓക്കെ, വർക്ക് ഓൺ യുവർ റിലേഷൻഷിപ്പ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്കൊക്കെ റിലേഷൻഷിപ്പ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹലോ, ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങൾക്കുള്ള ലെസൺ എന്താണെന്നുള്ളത് നോക്കാം. സോ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വീണിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഒക്കെ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ ഒരു പാർട്ട്ണർ, ഓക്കെ, കർമ്മ ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. ബിക്കോസ് ഇത് നിങ്ങളുടെ എന്തെങ്കിലും സ്പിരിച്വൽ കണക്ഷൻ ആണ്, സ്പിരിച്വൽ ലെസൺ ആണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ സ്പിരിച്വലി നിങ്ങളുടെ സെൽഫ് ആയിട്ട് നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിക്ക് ശേഷം നിങ്ങളുടെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് വളരെ വിസിബിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ്, നിങ്ങളുടെ ജോബ്, പാഷൻ, അതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഈ ഒരു റിലേഷൻഷിപ്പിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതേസമയം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു ലെസൺ ആയിരിക്കാം, ഒരു വിഷമായിട്ടുള്ള സിറ്റുവേഷനും അല്ലെങ്കിൽ ഇതിന്ന് നിങ്ങൾ പഠിക്കേണ്ടതും ഓവർകം ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു കാർമിക് പാർട്ട്ണർ ആണ്. ഓക്കെ, സോ ലൈക്ക് നിങ്ങൾ എൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാർമിക് ലെസൺസ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, കാരണം ഈ വ്യക്തിയിൽ കൂടെ നിങ്ങൾ പോയാലേ, ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസിലേക്ക് കൂടെ പോയാലേ നിങ്ങൾക്ക് സ്പിരിച്വലി ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. കാരണം ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങൾ വളരെ ചൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള ടാലന്റ് ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ലൈഫ് പാത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളോ ആയിരിക്കാം
നിങ്ങളെ റിലേഷൻഷിപ്പ് എൻഡ് ആക്കുക ഇൻ ദ സെൻസ് ഒന്നെങ്കിൽ ആ ഒരു പാറ്റേൺ നിങ്ങൾ എൻഡ് ആക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കാം. അതിനുശേഷമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരു നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പല കാര്യങ്ങളും ഡിസ്കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതിന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കൊരു ടാസ്ക് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് സെയിം പാറ്റേണിൽ കൂടെ പോവാണ്, എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് അറിയാതെ ഒരുപാട് സമയം അതിൽ സ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയെങ്കിലും അതിന് പുറത്തേക്ക് വരാനുള്ളൊരു കാര്യങ്ങൾ ചെയ്യുക, ഒരു ഹാബിറ്റിൽ നിങ്ങൾ മാറ്റം വരുത്തുക. ഓക്കെ, കാരണം ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് ട്രബിൾ ചെയ്യിപ്പിക്കുന്ന ഒരു പേഴ്സൺ എന്നുള്ളതല്ല, നിങ്ങൾക്കതൊരു ട്രബിൾ ആയിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അതൊന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സെയിം കാര്യം വീണ്ടും 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 സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കറേജ് ഉണ്ടായിരിക്കണം അത് ബ്രേക്ക് ചെയ്യാൻ. ഓൾറൈറ്റ്, സോ എന്നിട്ട് സെൽഫ് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ഇത് നിങ്ങൾക്കുള്ള ഒരു സ്പിരിച്വൽ ലെസൺ ആണ്, സ്പിരിച്വൽ പാർട്ട്ണർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, സെൽഫായിട്ട് കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യുക. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ മനസ്സിലാക്കുക. സോ നിങ്ങളൊരു സെൽഫ് റെസ്പെക്ട് ഇല്ലാതെയാണ്, സെൽഫ്ലെസ് ആയിട്ടാണ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെങ്കിൽ പഠിക്കുക. ഓക്കെ, മാറാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ലെസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, സോ ഇതെന്തെങ്കിലും ഒരു ഡിവൈൻ പ്ലാനിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ, നിങ്ങളുടെ ലവർ ആയിരിക്കാം, നിങ്ങൾ അത്ര ഒരു ഇന്റൻസ് ആയിട്ട് കാണുന്ന ഒരു കണക്ഷൻ ആയിരിക്കാം, അൺഎക്സ്പെക്ടഡ്ലി നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അഗെയിൻ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന് പുറത്തേക്ക് വരാൻ പറ്റാത്തത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. കാണുക, ആ വ്യക്തിയെ കാണുക, ആ ഒരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അതൊന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ടാവില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ടെംപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ. ഓക്കെ, സോ അത് നിങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ നിങ്ങളൊരു പോയിന്റിലാണ് നിങ്ങൾ അത് ഒരുപാട് ഇല്ലാതാക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഓക്കെ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരേ ലെവലിൽ സ്പിരിച്വലി ഗ്രോ ചെയ്തിട്ടുണ്ടാവണം എന്നില്ല നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ലൈഫിലൂടെ പോകുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ല എന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ ദം. ഓക്കെ, അവര് മാറണല്ലോ, അവര് മാറാൻ വേണ്ടി അവർക്ക് ഒരുപാട് ചാൻസസ് കൊടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളും അവിടെ ഗ്രോ ചെയ്യുന്നില്ല, ആ വ്യക്തിയും അവിടെ ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് ഒരുപാട് പരിചയം ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് കണ്ട് മുട്ടിയ സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് വളരെ ചെറുപ്പം മുതലേ അറിയുന്ന പേഴ്സൺ ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. സോൾ കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, കാർമിക് സിറ്റുവേഷൻ. ഓക്കെ, സോ കാർമിക് സിറ്റുവേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളത് പേടിക്കല്ല വേണ്ടത്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പഠിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാനും സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്, ടെലിപ്പത്തിക് കണക്ഷൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കാം, സോൾ കണക്ഷൻ. നിങ്ങൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങൾ ഒരേ നാട്ടിൽ നിന്നുള്ള ആളുകളായിരിക്കാം, ലൈക്ക് ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലത്തെ എന്തെങ്കിലും സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ സെയിം ഏജ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ഓർ ഇത് നിങ്ങളെക്കാളും കുറച്ച് യങ്ങർ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പഠിച്ച് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക്, അതായത് നിങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നത്. ഓക്കെ, സോ അത് നല്ലതായിട്ട് എടുക്കാം. ഓക്കെ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാൻ ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് പിന്നീട് അത് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും സക്സസ് ആവുക എന്നുള്ളതാണ്, നിങ്ങൾ രണ്ടുപേരും ലൈഫിൽ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈഗോയും നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഒരാൾ വളരുന്ന സമയത്ത് എനിക്കും വളരണം എന്നുള്ളൊരു ക്രേവ് നിങ്ങൾക്ക് പരസ്പരം ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് വരുന്ന ആളുകൾ
ആളുകളാണ്. രണ്ടുപേരും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പൊസിഷനിലോ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് വരുന്ന ആളുകളാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ദാൻ ഒരു റൊമാൻറ്റിക് ലൈഫിനേക്കാളും നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് ആണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ വർക്ക് ഓൺ ദാറ്റ്. കാരണം നിങ്ങൾക്ക് തോന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഒരുപാട് വിഷമമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോ ചെയ്യുക. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എവിടേക്കാണോ സന്തോഷമായിട്ട് കൊണ്ടുവരാൻ സാധിക്കോ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ആ വ്യക്തിക്കും ഇൻസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഉണ്ടാക്കുക, ഫാമിലി ആയിട്ട് നിൽക്കുക എന്നുള്ളതായിരിക്കില്ല. ഇറ്റ്സ് മോർ ലൈക്ക് നിങ്ങളുടെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ കർമ്മ ഒരുപാട് ഹീൽ ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത്. ഓക്കെ, കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. ഓക്കെ, സോ അത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നോ യുവർ വേർഡ്സ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിൽക്കാൻ ഒരു പ്ലേസ് ആണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ നിൽക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ഹോംലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രോസ്പെരിറ്റി ഒരു റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇമോഷണലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോംലെസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സെൽഫ്ലെസ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. അത് നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കില്ല. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക ഈ ഒരു ലൈഫ് സിറ്റുവേഷൻ. ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള റിട്ടേൺ ആണ്, പാസ്റ്റ് ലൈഫ്. ഈ വ്യക്തി നിങ്ങളുടെ ഒരു ഫയർ ആണ്. ഈ വ്യക്തിയെ പറ്റിയുള്ള തോട്ട്സ്, ഈ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്ന എന്ത് വികാരമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യാനുള്ള ഒരു ഫയർ ആണ്. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി അങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എടുക്കേണ്ടത്. അത് സന്തോഷമായിട്ടാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വാശിയായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരേണ്ടത്. ആ ഒരു സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2. എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? ഗ്രൂപ്പ് നമ്പർ 2, മേ ബി ഇത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം. ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം. ഓൾറൈറ്റ്, സോ ഇതിന് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട കാര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ വട്ടം ചുറ്റി അവിടെ തന്നെ, ചില ആളുകൾ വർഷങ്ങളായിട്ട് സെയിം സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. 5 years ആയിട്ട്, 6 years ആയിട്ട്, 10 years ആയിട്ട് സെയിം പാറ്റേണിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കുള്ളൊരു ഗ്രേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ അത്ര പവറുള്ള ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരാൾക്ക് നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ സെൽഫ് പ്രൊട്ടക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കണം. ഈ വ്യക്തി കാരണമായിരിക്കാം. ഈ വ്യക്തി നിങ്ങളെ ഇന്റൻഷനലി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഇന്റൻഷനലി ഹേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നു, അതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഓക്കെ, സോ ചില ആളുകൾ അവരെന്താണെന്ന് മനസ്സിലാക്കാതെ ആയിരിക്കാം അവരുടെ പല ആക്ഷൻസും അവരുടെ മിസ്റ്റേക്സും, അല്ലെ? സോ ഓരോരുത്തർക്കും ഓരോ ടൈം എടുക്കും അവരെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവരെ കറക്റ്റ് ചെയ്ത് വരാൻ. സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കാതെ നിങ്ങളെ വീണ്ടും വീണ്ടും ഹേർട്ട് ചെയ്യുക, നിങ്ങളെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരുപാട് വിഷമിപ്പിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ചേഞ്ച് ആക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഇമോഷൻസോ നിങ്ങളുടെ സങ്കടങ്ങളോ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നതോ ഒരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ പോകുന്നില്ല. നിങ്ങൾ അവിടെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. ഇൻസ്റ്റീഡ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു പവർ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ വൈഫോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെൽഫ് ലവ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിപ്പിക്കുന്നതും സെൽഫ് ലവ് ആണ്. ഓക്കെ, സ്വയം സ്നേഹിക്കുക, സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക, സ്വയം മനസ്സിലാക്കുക നിങ്ങളുടെ സ്ട്രെങ്ത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനൻ
നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും. സോ സെൽഫ് കെയർ, മേ ബി ഈ ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കണം, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കണം. എങ്ങനെയാണോ നിങ്ങളുടെ ആക്ഷൻസിന് ഒരുപാട് കുറ്റങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഒരുപാട് കുറ്റങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കണം, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളുടെ എഫേർട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അത് ആരും മനഃപൂർവ്വം നിങ്ങളെ ചെയ്യുന്നതല്ല. സോ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആക്ഷൻസ് നിങ്ങൾ അവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഗ്രിപ്പ് നമ്പർ 2. ഓക്കെ, ഒരു ബർത്ത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ചാൻസ് ആണ് ചില സിറ്റുവേഷൻ ഒക്കെ എൻഡ് ആക്കുക എന്നുള്ളത്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും സെപ്പറേഷനിലേക്ക് വരണം, മാറി നിൽക്കണം. അത് ഷോർട്ട് ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ അത് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ഒരു ബ്രേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങൾ മീറ്റ് ചെയ്തിട്ട്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ കുട്ടിക്കാലത്ത് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഒരു യങ് ഏജിലായിരിക്കാം. സോ നിങ്ങൾ ആക്ച്വലി ഒരു ഗ്യാപ്പിന് ശേഷമായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നു, പിന്നെ നിങ്ങൾക്കൊരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരുപാട് വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമായിരിക്കാം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല റിലേഷൻഷിപ്പിൽ സംഭവിക്കുക. സോ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഡിവൈൻ പ്ലാൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, ചില കണക്കുകൂട്ടലുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക, ചില ആക്ഷൻസ് ഒരുമിച്ച് ചെയ്യുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫായിട്ട് ജീവിക്കുക, അവിടുന്ന് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അത് പഠിക്കുക, അവിടുന്ന് സെപ്പറേറ്റ് ആവുക, വീണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീകണക്ട് ചെയ്യാന്നുള്ള ചില ലെസൺസ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. സംസാരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കമ്മ്യൂണിക്കേഷൻ. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത്, സംസാരിക്കണം എന്നുള്ളത്, എങ്ങനെ കൈൻഡ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് എന്നായിരിക്കാം. ഒരു വാക്കുകളുടെ അല്ലെങ്കിൽ സംസാരത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതും ഈ ഒരു റിലേഷൻഷിപ്പ് എന്നായിരിക്കാം. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ലെസൺസും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്ക് അന്യനായിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. ഓക്കെ, സോ നിങ്ങൾ കുറെ കാലത്തിന് ശേഷം ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഏത് സ്റ്റേജിൽ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ സോളിന് അൺഫെമിലിയർ ആയിട്ടുള്ള പേഴ്സൺ അല്ല, വളരെ അടുത്ത് പരിചയമുള്ള വ്യക്തി തന്നെയാണ്. ആ ഒരു സ്ട്രോങ് സോൾ കണക്ഷൻ നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാം, ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്കത് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്. അതിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ഇമോഷണൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ നിങ്ങളുടെ സോളിന് ഈ വ്യക്തി അന്യനല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ, ആ ഒരു ത്രെഡ് നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, അത് ഈവൻ ടെലിപ്പത്തി ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ നിങ്ങളൊന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും, ഹീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രമാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റ് ആക്കാൻ സാധിക്കുന്നുണ്ടോ അത്ര പോലെ തന്നെ നിങ്ങൾക്കത് ഹീൽ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചില കാര്യങ്ങളൊന്നും ഈ വ്യക്തിയുമായിട്ട് എത്ര തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾഡ് സോൾ ആണ്, രണ്ടാളുകൾ ഒരുപാട് പഴക്കമുള്ള സോൾ ആണ്. ഓക്കെ, സോ നിങ്ങൾ എന്തോ ഒരു കാര്യം ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ എൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ബെറ്റർ സ്റ്റേജിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ എന്തെങ്കിലും ഒരു വിഷമം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകരുത്. നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇതിൽ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ല, ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇന്റൻഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത് വിട്ടുകളയാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. ചില സിറ്റുവേഷൻസ് സംഭവിക്കുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു
അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത്, നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പാനിക് ആവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സിറ്റുവേഷൻസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, പരസ്പരം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ദ ഫ്ലോ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കുറെ ഗ്യാപ്പ് വന്നാലോ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഗ്യാപ്പ് വന്നാലോ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലോ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അത് ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാതിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങൾ റീകണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മീറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചാൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെ? പരസ്പരം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഈ ഒരു വ്യക്തിയുടെ ഒരു ഇന്റൻഷൻ എന്താണ്, ഈ ഒരു വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ലൈഫിൽ എന്താന്നുള്ളത് നിങ്ങൾ പരസ്പരം, നിങ്ങൾ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ പരസ്പരം അത് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് വന്നാലും നിങ്ങൾക്കത് ബെനിഫിറ്റേ ഉണ്ടാക്കുള്ളൂ. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, group number 2, what you need to know about this relationship. Group number 2, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? നിങ്ങൾ പരസ്പരം നിങ്ങൾ ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരുപാട് അഡിക്ഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നാച്ചുറലി സംഭവിക്കും. അത് നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, സോ പുറമേ നിന്ന് കാണുന്ന ഒരാളുകൾക്ക് ഓക്കെ, നിങ്ങൾ രണ്ട് പ്ലേസിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഒരിക്കലും റിലേഷൻഷിപ്പിലാവാൻ പാടില്ലാത്ത റിലേഷൻഷിപ്പ്, പക്ഷെ നിങ്ങളുടെ സോളിന് അറിയാം അത് അത്രയ്ക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾക്കുള്ളതെന്നുള്ളത്. ഇതിൽ പരസ്പരം ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിയിൽ ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്, ഇമോഷണലി, physically ആയിരിക്കാം. Again, a confirmation for you, group number 2, love yourself first. Your self-respect makes you more romantically attractive. It's a message for you. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൊമാൻറ്റിക് അട്രാക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ഇൻകംപാരബിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ എന്തൊക്കെ വന്നാലും ആരൊക്കെ വന്നാലും നിങ്ങൾ പരസ്പരം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾക്കത് വേറൊരാൾക്കും കൊടുക്കാൻ സാധിക്കില്ല. ഒരു കണക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഒരു പഴയ അത്ര ഡീപ്പായിട്ടുള്ള ഒരു സൗഹൃദത്തിന് ആർക്കും പിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ. സോ നിങ്ങളത് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സെൽഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഹാവ് ദി കറേജ് ടു മൂവ് ഓൺ. ബ്രേക്ക് എടുക്കാം, റിലേഷൻഷിപ്പ് ആ ഒരു മൊമെന്റിലേക്ക് എൻഡ് ചെയ്യാം. അല്ലാതെ അത് നഷ്ടപ്പെട്ടു പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഗ്രോത്ത് ഉണ്ടാവില്ല, ഒരു റിലേഷൻഷിപ്പിനും ഗ്രോത്ത് ഉണ്ടാവില്ല. സോ ചില കാര്യങ്ങൾ നിങ്ങൾ പോവേണ്ടതായിട്ടുണ്ട്. ചില സിറ്റുവേഷൻ സംഭവിക്കുന്ന സമയത്ത് അത് ട്രസ്റ്റ് ചെയ്യുക. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള, വളരെ പ്യോർ ആയിട്ടുള്ള ഒരു സ്നേഹബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും സോൾ കോൺട്രാക്ട് ഉണ്ടായിരിക്കാം. അതാണ് നിങ്ങളുടെ എന്തെങ്കിലും കാർമിക് കോൺട്രാക്ട്. നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് വരിക, ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക, ഒരാൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു സോളിന്റെ കോൺട്രാക്ട് ആയിരിക്കാം. ആൻഡ് മോർ ഓവർ നിങ്ങളുടെ സോൾ അത്ര ടൈപ്പ് ആണ്, അത്ര കണക്റ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തൊക്കെ പ്രോബ്ലംസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഗ്രൂപ്പ് നമ്പർ 2, സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങൾക്കുള്ള ലെസൺ എന്താണ്? ഈ ഒരു കണക്ഷനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണ് അറിയേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 3. ഇൻഫിനിറ്റ്. നിങ്ങൾക്ക് ഒരുപാട് ട്വിൻ കണക്ഷൻ, സോൾ കണക്ഷൻ, ഒരുപാട് കണക്ഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലത്തെ കണക്ഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആസ് പാർട്ട് ഓഫ് യുവർ ലൈഫ് ജേർണി, സോൾ ജേർണി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണി. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരു വേറെ ലെവലിൽ ചിന്തിക്കുക. ഡിഫറെന്റ് തോട്ട്സ് ഉള്ള ആളുകളും ആയിരിക്കാം നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ
കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം. നിങ്ങളുടെ ടോപ്പിക് ഇസ് വെരി സ്പെഷ്യൽ. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന കാര്യങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. സ്പെഷ്യലി നിങ്ങൾക്ക് പരസ്പരം അതൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിളിക്കുന്നത് ട്വിൻ ഫ്ലെയിം എന്നായിരിക്കാം, സോൾ കണക്ഷൻ എന്നായിരിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അത് നിങ്ങളുടെ തോന്നലായിരിക്കാം. മേ ബി നിങ്ങൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അഗൈൻ ഇറ്റ്സ് ജനറിക് റീഡിംഗ്. കാരണം ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ അന്ധമായിട്ട് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അത് എത്ര ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. സോ നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഈവൻ നിങ്ങൾക്ക് കണക്ഷൻസ് തോന്നിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്കത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലെസൺ ആണ്. യു നീഡ് ടു ലേൺ ഫ്രം ദാറ്റ്. ഓക്കെ, പക്ഷെ ഇത് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ് ഗ്രൂപ്പ് നമ്പർ 3. സോ ലെറ്റ്സ് സീ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ. ഈ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3. What's the intention of this relationship, group number 3? What is the intention of this relationship? Group number 3. എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? ഒരു എക്സാമ്പിൾ പറയട്ടെ. സോ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകുന്ന ഒരു ലൈഫ് പാത്ത് അല്ലെങ്കിൽ ഒരു പ്ലേസ്, ഒരു യാത്ര. ഓക്കെ, അവിടുന്ന് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യാത്രയ്ക്ക് മിഡിലായിട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ, യാത്ര തടസ്സമായിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതോ നിങ്ങളുടെ യാത്രയ്ക്ക് ഒരു തടസ്സമായിട്ട് നിന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിഫറെന്റ് ഇൻസൈറ്റ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ലൈഫിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഇത്. ഓക്കെ, സോ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന്റെ പിറകെ പോകുന്ന സമയത്തായിരിക്കാം അൺഎക്സ്പെക്ടഡ്ലി ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ ഇൻസൈറ്റ് തന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഡിഫറെന്റ് ആംഗിളിന് ലൈഫ് കാണാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ അത്ര കാലമായിട്ട് കണക്ട് ചെയ്തതും, അല്ലെങ്കിൽ അത്ര കാലമായിട്ട് വിശ്വസിച്ചിട്ടുള്ളതും, അത്ര കാലമായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിനെ കണ്ട സമയത്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ചില കാര്യങ്ങൾ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പുകാരൻ. നിങ്ങൾക്കുള്ളിലെ പല കാര്യങ്ങളും പുകച്ച് പുറത്തു കൊണ്ടുവരാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് പേടി തരുന്ന, ആങ്സൈറ്റി തരുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം തരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ജേണിയിൽ കൂടെ വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്തും ചെയ്യാന്നുള്ള ധൈര്യമായിരിക്കാം. ഓക്കെ, പല കാര്യങ്ങളും ഒരു ലൈഫ് പോയിന്റിലായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഏജിൽ ചെയ്യാത്ത പല കാര്യങ്ങളും മേ ബി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം. ഓക്കെ, സോ ആ ഒരു എക്സ്ട്രാ ധൈര്യം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നത് നിങ്ങൾ ഒരു എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ക്ലെൻസ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ എൻറ്റയർലി ക്ലെൻസ് ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഓൾറൈറ്റ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീനിങ് പ്രോസസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്, ഒരു ന്യൂ ജേണി, ഒരു വെളിച്ചം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ നിൽക്കുന്ന പ്ലേസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അതുവരെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളാണ്, നിങ്ങളുടെ എന്തൊക്കെയോ ആഗ്രഹങ്ങളാണ്, ഇഷ്ടങ്ങളാണ്, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങളാണെന്നൊക്കെ തോന്നിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ ഒരു ഡിഫറെന്റ് കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആ ഒരു തോന്നലുകൾ തെറ്റാണെന്നോ, അല്ലെങ്കിൽ ആ ഒരു തോന്നലുകൾ മാറ്റി ചിന്തിക്കണം എന്നൊക്കെ തോന്നിപ്പിച്ചിട്ടുള്ള നിമിഷം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ
നിങ്ങളെ ആക്ച്വലി ഒരു ഷെല്ലിന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങളുടെ അത്ര കാലമായിട്ട് നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾ വളരെ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങൾ പല സാഹചര്യം കൊണ്ട് വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. നിങ്ങൾ ഒരുപാട് ടാലന്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പല കാര്യത്തിലും നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിപ്പിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. നിങ്ങളുടെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ടൈം ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം കുറച്ച് സമയത്തേക്ക് മേ ബി ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ ഒരു ടൈം വരെ ആയിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിന്റെ അത്ര ഒരു ഇന്റൻസിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് റിലാക്സ് ചെയ്യാനും നിങ്ങൾ ഒരുപാട് ക്ലെൻസ് ചെയ്യാനും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് പേഴ്സണലി സ്പിരിച്വലി ഒരുപാട് മാറ്റങ്ങൾ പെട്ടെന്നായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടായിരിക്കാം. പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങി കിടന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അലസമായിട്ട് കിടന്നിട്ടുള്ള പല കാര്യങ്ങളും ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ എങ്ങനെ ട്രെയിൻ ചെയ്യണം, നിങ്ങൾ എങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒന്നുകിൽ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ ലൈഫിലും ഒരുപാട് സെൽഫ് ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് പുഷ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയോ രീതിയിൽ നിങ്ങളോ ഈ ഒരു വ്യക്തിയോ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ, സെൽഫായിട്ട് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ടൈമില് ഈ വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ ഒരു ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം പല രീതിയിൽ. ഈ ഒരു കണക്ഷനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് അവരുടെ ഇന്റൻഷൻ എന്താന്നുള്ളത് നാച്ചുറലി പുറത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ ഇമോഷൻസും ഇന്റൻഷനും കൂടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും വളരെ എംപാത്ത് എനർജി ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ ഒരുപാട് സെൻസിറ്റീവ് ആയി പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും ആയിരിക്കാം നിങ്ങളുടെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ടാലന്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ആളുകളുടെ ഇന്റൻഷൻ എന്താണ്, അവരെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും, നിങ്ങളുടെ സെൽഫായിട്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ രണ്ടുപേരും മറ്റുള്ള ആളുകളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ജോബ് ചെയ്യുന്ന ആളുകളായിരിക്കാം. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കാം ഈ വ്യക്തി ഓൾറെഡി ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ വ്യക്തി നിങ്ങളുടെ ഒരു മെന്ററായിട്ടും വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങളോ ഈ ഒരു വ്യക്തിയോ. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ഒരു കർമ്മയിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, അവിടെ നിങ്ങൾക്ക് സെൽഫായിട്ടുള്ള ഒരുപാട് ഗ്രോത്തും സംഭവിക്കുന്നുണ്ട്. 3, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? എന്തിനാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, എന്ത് ലെസൺ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്? ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ട്രിഗർ ചെയ്യും, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഒരുപാട് ട്രിഗർ ചെയ്യും. കാരണം ഇത് നിങ്ങളൊരു പുതിയൊരു മനുഷ്യനാക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൽ വളരെ ഫയർ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, വളരെ കണക്റ്റഡ് ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എസ്പെഷ്യലി ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങളോ ആ വ്യക്തിയോ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓൾറെഡി നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അതായിരിക്കും നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കും, അതായിരിക്കും നിങ്ങൾ ഒരുപാട് ഇൻസെക്യൂർ ആക്കുന്നുണ്ടായിരിക്കാം. അവിടുന്ന് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് സഹായമാവുന്നുണ്ട്. കാരണം ഗ്രൂപ്പ് നമ്പർ 3 ഇത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ജേർണിയാണ് ഈ വ്യക്തിയുമായിട്ട്. ഓക്കെ, ഇതാ പോയി തീ വന്നെന്ന് പറയുന്നത് പോലെയാണ്. പെട്ടെന്നായിരിക്കാം ഇതിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കുക. ആ ഒരു ഫയർ, ഒരു തീ
കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ. ആ വ്യക്തി തരുന്ന ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് തരുന്ന ഒരു ഫയർ എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് കത്തിജ്വലിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടാവുന്നുണ്ട്, ഫയർ ഉണ്ടാവുന്നുണ്ട്, എയിം ഉണ്ടാവുന്നുണ്ട്, ഐഡിയ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോ ആ വ്യക്തിക്ക് നിങ്ങളോ ഒരു ഗിഫ്റ്റ് ആണ്, ഒരു ബ്ലെസ്സിങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു രീതിയിൽ ലീഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് മാസ്കുലൻ തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ മാസ്കുലൻ ആണ്, നിങ്ങളുടെ മാൻ ആണ്, നിങ്ങളുടെ വിമൻ ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ആ ഒരു ഡിവൈൻ മാസ്കുലൻ, ഒരു ഫെമിനൻ എനർജി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ട് നിങ്ങൾ എടുക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്കിടയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരാള് ഗ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും അത് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഫയർ ഉണ്ടാവുന്നുണ്ട്, മോർ അബൌട്ട് ഫയർ. ഓക്കെ, അത് നിങ്ങൾ രണ്ടുപേരും ഒരു കോമ്പറ്റീഷനിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾ രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു ടീം വർക്ക്, നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം കാണുന്നത് പോലെയാണ്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽ ആണ് നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, സോ അത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ട് സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ അത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന് കിട്ടുന്ന ഒരു സഡൻ ആയിട്ടുള്ള ഇൻസിഡന്റ് ആയിട്ടുള്ള ഒരു ഫയർ കാരണം നിങ്ങൾക്ക് അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സഡൻ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇംപ്രസ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുക, ടെംപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗമാണ്. സോ ഈ വ്യക്തിയോ നിങ്ങളോ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് വരുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ആളുകളായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പെർഫോം ചെയ്യുന്ന ആളുകളായിരിക്കാം, എന്തെങ്കിലും ടാലന്റ് ഉള്ള ആളുകളായിരിക്കാം. പരസ്പരം നിങ്ങൾ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്, ഒരു വാശി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് രണ്ടുപേർക്കും അവിടെ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, നിങ്ങൾ സ്ത്രീയും പുരുഷനും ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്ര ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കിടയിലും അത് സംഭവിക്കുന്നുണ്ട്. അത് മറ്റുള്ള ആളുകളിലേക്കും അത് സ്പ്രെഡ് ആവുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ആളുകൾക്ക് രണ്ട് കത്തിജ്വലിക്കുന്ന ആളുകളെ പോലെയാണ് നിങ്ങൾ രണ്ടുപേരെന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ടുപേർക്കും അവിടെ പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്. രണ്ടുപേരും അവിടെ ഇമ്പോർട്ടന്റ് ആണ്, ലൈക്ക് ദിസ് yin and yang, or ഒരു ഡിവൈൻ മാസ്കുലൻ ഫെമിനൻ എന്നൊക്കെ പറയുന്നത് പോലെ ബാലൻസ് ആണ്. കാരണം നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ആൻസർ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു കംപ്ലീഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്. നിങ്ങൾ പല രീതിയിൽ പല ഏരിയാസിൽ ഒരു കംപ്ലീറ്റ് ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും, ഈവൻ ഒരു സ്ട്രോങ് റൊമാൻറ്റിക് ലൈഫ് ആണെന്നുണ്ടെങ്കിലും ഇന്റിമസി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് ഇൻകംപാരബിൾ ആണ്. ഓക്കെ, അത് കുറച്ച് സമയത്തേക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കത് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും പല ആളുകളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പരസ്പരം നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങളുടെ മിസ്റ്റേക്സ് തന്നെ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളെ എങ്ങനെയായിരിക്കണം, എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല കാര്യങ്ങളും നിങ്ങൾ ഇമോഷണലി എടുക്കില്ല, പ്രാക്ടിക്കലി ചിന്തിക്കും. നിങ്ങളുടെ ഗ്രോത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതിന് ശേഷം നിങ്ങൾ ഇമോഷണലി നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ആയിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾ പരസ്പരം നിങ്ങൾ കണക്ട് ചെയ്യും. കാരണം നിങ്ങൾ അങ്ങനെ രണ്ട് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളാണ്. പരസ്പരം നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ കാണുന്ന ആളുകൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആണ്.
ഓക്കെ. സോ നിങ്ങൾ എങ്ങനെ ലൈഫ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ജേർണിയിൽ കൂടെ പോകുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരുന്ന സമയത്തായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു റൈറ്റ് പാത്തിലേക്ക് കണക്ട് ചെയ്ത സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു ജേർണി അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് തരുന്ന ഒരു കാര്യമായിരുന്നു. ഒരുപാട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു ജേർണി ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാനും ഈ ഒരു കണക്ഷൻ, ഈ ഒരു മീറ്റിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ പല ആളുകളും ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ സ്വയം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൈമിലായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഓൾറെഡി സംഭവിച്ചിട്ടുള്ള ഒരു ടൈമിലായിരിക്കാം. നിങ്ങൾ ഓൾറെഡി കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യാൻ, യൂണിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സബ്ജക്ട്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ റെയർ ആണ്, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല. നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ക്വാളിറ്റീസ് നിങ്ങളെ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു ഓതന്റിക് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ സെയിം ജെൻഡർ ആയിട്ടുള്ള ആളുകളായിരിക്കാം, സെയിം ജെൻഡർ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഡിഫറെന്റ് കൾച്ചർ എന്ന് വരുന്നതോ, ഡിഫറെന്റ് റിലീജിയൻ എന്ന് വരുന്നതോ, ഓർ ഡിഫറെന്റ് കൺട്രിയിൽ നിന്ന് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ കൺട്രിയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഫയർ ഉണ്ടാവുന്നുണ്ട്. ദ വേ യു അഡ്മയർ ഈച്ച് അതർ ഇസ് വെരി സ്പെഷ്യൽ. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി പരസ്പരം ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ട് എടുക്കേണ്ട റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ ചില സിറ്റുവേഷനിൽ നമുക്ക് വിഷമം ഉണ്ടായിരിക്കാം, വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ അത് ഓരോരുത്തരും പോകുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ജേർണി കാരണമാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത്, നിങ്ങൾ ഈ ഒരു ഫയറിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കൂടുതൽ എക്സ്പ്രസീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സ്നേഹം എന്ന് മാത്രമല്ല, നിങ്ങളുടെ ടാലന്റ്സും എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തൊക്കെയോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾക്ക് കഴിവ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ അത് കുറെ ആളുകളിലേക്ക് അത് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളുടെ ഒരു സ്നേഹം ഈ വ്യക്തിയുമായിട്ട് എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവും എക്സ്പ്രസ് ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അത് വളരെ സ്പെഷ്യൽ ആയിട്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്പ്രസ് ചെയ്യുക, നിങ്ങളുടെ സ്നേഹം, ഫീലിങ്സ് ഒക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. വളരെ പാഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വളരെ ഡീപ്പ് ആയിട്ട്, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ രണ്ട് സോൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ദേ ആർ ഡാൻസിങ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ആ ഒരു സന്തോഷം കൊണ്ട്, ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണം. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ സോൾ കണക്ഷനും ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പരസ്പരം മനസ്സിലാക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ വന്നിട്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്. നിങ്ങളും ഫയർ ആവുക, ഒരു ഫയർ ആ ഒരു വ്യക്തിക്കും കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്കൊരു ഫയർ ആണ്, ലൈക്ക് ഓൺ ആണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓൺ ആണ്, പല കാര്യങ്ങളും ആക്റ്റീവ് ആണ്, പല കാര്യങ്ങളും നിങ്ങൾ ക്വിക്കായിട്ടായിരിക്കാം ചെയ്യുന്നുണ്ടായിരിക്കുക. ആക്ഷൻസ് എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കാനേ തോന്നില്ല. വാശി ഉണ്ടാവും, ആ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും, ഈ ഒരു വ്യക്തിയുമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ വളരെ നന്നായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമുള്ള റിലേഷൻഷിപ്പ് ആണ്. സോ അത് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.